ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളിപ്പോൾ കുറച്ചധികം സമയമായി ലോങ് വീഡിയോസ് ഇട്ടിട്ട്. കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഞാനപ്പോൾ ഷോർട്സ് എല്ലാ സൺഡേയും 7 മണിക്ക് ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോസ് ഇടാം. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്കിനി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് വീഡിയോ ഇടണമെന്ന് തോന്നി. ഇപ്പോൾ ഒരെണ്ണം. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സമയമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ എൻ്റെ ചാനലിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളവരായിരിക്കാം. അവരൊക്കെ തിരിച്ചു വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, എന്നെക്കൊണ്ട് ഇപ്പോൾ വീഡിയോ ഇടാനായിട്ട് എനിക്കിപ്പം പറ്റുന്നില്ല. അതാണ് റീസൺ. കാര്യം എന്താണെന്നൊക്കെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളോട് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റീഡിങ് നോക്കാൻ പോവുകയാണ്. എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ മെസ്സേജസ് എന്തെങ്കിലും നിങ്ങളിപ്പോൾ അറിയാനുണ്ടോ എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു കാര്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡാണ് നിങ്ങളുടെ മനസ്സ് വളരെയധികം അസ്വസ്ഥമായിരിക്കുന്നു എന്നുള്ള ഒരു സൂചന ഈ ഒരു കാർഡിൽ നിന്നും എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ ചിന്തയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതെത്രമാത്രം യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എത്രത്തോളം പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തേക്ക് പ്രതി നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുക്കേണ്ട ഒരു പ്രധാന തീരുമാനമാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം നിങ്ങൾ എടുത്തില്ലെങ്കിൽ അത് ഭാവിയിൽ വളരെയധികം കുഴപ്പങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ ലൈഫിൽ പല തീരുമാനങ്ങളും നിങ്ങൾ ഇത്രയും കാലത്തിനിടയ്ക്ക് എടുത്തിട്ടുള്ള വ്യക്തികളായിരിക്കും. പക്ഷേ ഏത് തീരുമാനവും നിങ്ങൾ ആ നേരത്തെ ഏതെടുക്കണം ആ നേരത്തെ തോന്നുന്നു അത് അനുസരിച്ച് നിങ്ങളെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഏത് തീരുമാനം എടുക്കുകയാണെങ്കിലും അതിന് ഒരു ഉറപ്പുണ്ടാവണം, അല്ലെങ്കിൽ അതിനൊരു ബേസ് ഉണ്ടാവണം. ആ തീരുമാനം നിങ്ങൾ എടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിപ്പടുക്കുന്നതെല്ലാം തലതല്ലി വീഴും എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് ഇതിലുണ്ട്. നിങ്ങൾ എത്ര മുന്നോട്ട് ശക്തമായിട്ട് സഞ്ചരിച്ചാലും, കണ്ടോ, എത്ര നിങ്ങൾ ആ ഒരു തീരുമാനമെടുത്ത്, അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത രീതിയിലൊരു തീരുമാനമെടുത്ത് നിങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോയാലും അതിലൊരു കംഫർട്ട്, അല്ലെങ്കിൽ അതിലൊരു ആശ്വാസം, ആ തീരുമാനത്തിലൊരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കില്ല. ഇപ്പം അങ്ങനെ ഒരു സമാധാനം തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് ടെമ്പററി ആണെന്നേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. മേ ബി നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തെ പറ്റിയിട്ട് നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് പരമായ ഡിസിഷൻസ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് വൈസുള്ള ഡിസിഷൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വളരെയധികം ചിന്തിച്ച് വളരെയധികം തീരുമാനമെടുത്തിട്ട് വേണം നിങ്ങളൊരു കാര്യം ചെയ്യണമെങ്കിൽ. കാരണം നിങ്ങളുടെ മനസ്സ് വളരെയധികം അസ്വസ്ഥമാണ്. ഒന്നിലും
പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഏതൊരു കാര്യത്തിനും ഒരു 2 സൈഡ് നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്ന കാണാം. ഏതൊരു കാര്യത്തിനും അയ്യോ ഇത് ഇപ്പോൾ രണ്ടൊരു സിറ്റുവേഷൻ വന്നല്ലോ, ഇതിലേത് സിറ്റുവേഷൻ ഞാൻ തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ള ടെൻഷൻസ് അതിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ചിലപ്പോൾ 2 പ്രപ്പോസൽസ് വരുന്നതായിരിക്കും, 2 ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിരിക്കും, 2 ജോബ് അല്ലെങ്കിൽ 2 പ്രപ്പോസൽസ്, അങ്ങനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ കാണുമ്പം ഇതിലേത് ഞാൻ എടുക്കണം, ഇതിലേത് ഞാൻ എടുക്കണ്ട എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിരുന്നത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടും വളരെയധികം വേദനിച്ചിട്ടും വളരെയധികം അനുഭവിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച് പോന്നിരുന്നത്. അതായത് ഒത്തിരി സ്ട്രഗിൾസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ അനുഭവിച്ച് മുന്നോട്ട് വന്നവരാണ്. ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഒരു സൈഡിലൂടെ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നെഞ്ചത്ത് കുത്തിയിറങ്ങിയ ഒരു ആണി അല്ലെങ്കിൽ ഒരു കത്തി പോലെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ സ്ട്രഗിൾസ് എന്ന് പറയുന്നത്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോന്നോരോന്ന് വന്ന് തുടങ്ങുകയാണ്. മറ്റുള്ളവർക്ക് അവരാഗ്രഹിക്കുന്ന പോലെയൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്, അവരാഗ്രഹിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബട്ട് വൈ, എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒരു കാര്യം പോലും ഞാൻ ആഗ്രഹിച്ച ഒന്നുപോലും എൻ്റെ ലൈഫിൽ സക്സസ് ആയിട്ട് വരുന്നില്ല? ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ എത്രമാത്രം അതിലേക്ക് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടും എനിക്കൊരു കാര്യത്തിലേക്ക് സക്സസ് ആവാൻ കഴിയുന്നില്ല എന്നുള്ള വളരെ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കുള്ള സമയം വരുന്നതേ ഉള്ളൂ, നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ അതിനോടുള്ള ആ ഒരു താല്പര്യം കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനോട് ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ആ കാര്യം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് ഒരു നീതിയുണ്ട്. അത് എന്തായാലും നിങ്ങൾക്ക് വെളിവാക്കും എന്ന് തന്നെയാണ് കാണുന്നത്. സോ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അനുകൂലമായിട്ട് സംഭവിക്കുന്നത് തന്നെയാണ് കാണുന്നത്. അത് എത്രത്തോളം വൈകിയാലും അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസാണ് പലതും. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്നതോടുകൂടി ഒരു നോ പറയാൻ ധൈര്യപ്പെടേണ്ട ഒരു സ്ഥലത്ത് നിങ്ങൾ നോ പറയുക തന്നെ വേണം. അത് അവിടെ നിങ്ങൾ പകച്ച് നിൽക്കുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളുടെ കോൺഫിഡൻസും എല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ യെസ് പറയാൻ പാകമുള്ളിടത്ത് നിങ്ങൾ യെസ് പറയാൻ പഠിക്കുക. നോ എന്ന് പറയേണ്ടടുത്ത് നോ പറഞ്ഞ് തന്നെ ശീലിക്കുക. അല്ലെങ്കിൽ അപ്പോൾ നിങ്ങളോട് ഇവിടെ പറയുന്നത് എന്താ, എടുക്കേണ്ട ഡിസിഷൻസ് എപ്പോഴാണോ എടുക്കേണ്ടത് ആ സമയത്ത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിങ്ങൾ എടുക്കാൻ നോക്കുക. അതുവഴി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പല അനുഗ്രഹങ്ങൾ നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ ആസ്വദിക്കാൻ പോവുകയാണ് എന്നാണ് കാണുന്നത്. കാരണം യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത് അങ്ങോട്ട് ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു വസ്തുതയോ ഒന്നുമല്ല. അത് അത്രയ്ക്ക് മാത്രം ആത്മാർത്ഥമായിട്ട് യൂണിവേഴ്സുമായിട്ട് ഇതാവുന്നവർക്ക്, അല്ലെങ്കിൽ എന്താ ഒരു വീട്, അല്ലെങ്കിൽ അത്രയ്ക്കും നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് ആ ഒരു കണക്ഷൻ അത് ഫീൽ ചെയ്യുന്നിടത്താണ് യൂണിവേഴ്സ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ യൂണിവേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതിരിക്കുക. ആ ഒരു സമയത്തൊന്നും നിങ്ങൾക്ക് വേണ്ടത്ര ഗുണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടിയെന്ന് വരില്ല. ഓക്കെ, നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് നോക്കാം. വാട്ട് ഈസ് യുവർ ഏഞ്ചൽസ് മെസ്സേജസ്? അതെ, വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കേണ്ട സ്ഥലത്ത് വിശ്വസിക്കുക. കാരണം പല കാര്യങ്ങൾ, പല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ
ആ ഒരു ട്രസ്റ്റ്, യൂണിവേഴ്സിലുള്ള ട്രസ്റ്റ് കുറയുന്നത് മൂലം ആ ഓപ്പർച്യൂണിറ്റീസ് വഴി മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. യെസ്, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, പക്ഷേ അത് നിങ്ങളുടെ ആ വിശ്വാസക്കുറവ് മൂലം അത് തട്ടിപ്പോകുന്നതായിട്ടോ അല്ലെങ്കിൽ മാറിപ്പോകുന്നതായിട്ടോ ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഓപ്പർച്യൂണിറ്റീസിനെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസിനെ വളരെ പ്യൂരിഫൈഡ് ആയിട്ട് കൊണ്ടുപോവേണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കുക. ആൻഡ് നമുക്ക് ഇതിൽ കുറച്ച് കാർഡ്സ് നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട്. അതായത് കുറച്ച് മെസ്സേജസ്, ഏഞ്ചൽസിൻ്റെ മെസ്സേജസ്. അപ്പോൾ അത് എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 2 കാർഡ്സ് എടുക്കാം. യെസ്, ഒരു 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. യുവർ ഐസ് മൈ കറേജ്. നിങ്ങളോട് പലതവണയായിട്ട് നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കും നിങ്ങളുടെ ഐസ്. അത് എന്നും എന്നെ വളരെയധികം നിങ്ങളിലേക്ക് പിടിച്ച് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണെന്ന് പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അത് അവരുടെ ധൈര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്ത്ത് തന്നെയാണ് ഈ ഒരു ഐസ് കൊടുക്കുന്ന ആ ഒരു എനർജി വേറെ ലെവൽ തന്നെയാണെന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐ മിസ് യു. നിങ്ങളുടെ പേഴ്സൺ ആരോ അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അവരെ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക. അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു റിപ്ലൈ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു റീഡിങ്. അപ്പോൾ ഇതിലെല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.